എനിക്ക് ഇഡ്ഡലീൻ്റെ കൂടെ ചട്നി മാത്രമായിരുന്നു ഇഷ്ടം. പക്ഷേ ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, ഇത് കഴിച്ചതിന് ശേഷം പിന്നെ ഇത് മസ്റ്റായി ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും വേണം. അപ്പോൾ ഇഡ്ഡലി സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം. 10 മിനിറ്റ് കുതിർത്ത് വെച്ച പരിപ്പിലേക്ക് ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു 5-8 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഉപ്പും മഞ്ഞൾപ്പൊടിയും, കുറച്ച് ജീരകവും, ആവശ്യത്തിന് വെള്ളവും, 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു 4 വിസിലിന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇതേപോലെ നല്ലോണം വെന്ത് കിട്ടും. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി താളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉഴുന്ന് പരിപ്പിട്ടിട്ട് അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ അതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് പൊട്ടിച്ചിട്ട് ഒരു 5-10 ചെറിയ ഉള്ളി ചേർത്തിട്ട് നല്ലോണം വഴറ്റുക. അതിലേക്ക് സാമ്പാർ പൊടിയല്ല കേട്ടോ ചേർക്കുന്നത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു പീസ് വെല്ലം കൂടി ഇട്ട് കൊടുക്കുന്നത് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം.